ഹലോ ലക്ഷദ്വീപുകാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്നുണ്ടാക്കിയൊരു വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ വളർന്നു വരുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. കുറേ പേര് എന്നോട് ചോദിച്ചു, എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഈ ബട്ടൺ, അതായത് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് വെക്കുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഫോണിൽ കൈൻ മാസ്റ്റർ ഉണ്ടെങ്കിൽ, ഞാനിതിപ്പോൾ കൈൻ മാസ്റ്റർ വെച്ചാൽ ചെയ്യാൻ കാണിക്കുന്നത്. അപ്പോൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നമ്മൾ 16:9 കൊടുക്കുക, യൂട്യൂബിൻ്റെ റേഷ്യോയിൽ കൊടുക്കുക. എന്നിട്ട് ഞാനിതിൽ നേരത്തെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ ഉണ്ട്, പലതരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യാനുള്ള. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 10 എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിതിന്ന് ഒരെണ്ണം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുള്ളിക്കാരിക്ക് ഉള്ള ഒരെണ്ണം ഞാനിതിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുക, ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കുക. ട്രിം ചെയ്യാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല, യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആർക്കും ട്രിം ചെയ്യാൻ അറിയാത്തവരുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ ആ ഒരു റേഷ്യോയിൽ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി ഫയൽസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ എവിടെയാണ് ഈ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇമേജും നിങ്ങളുടെ പേരും നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിനി ഇപ്പോൾ നമ്മൾ ഏകദേശം നോക്കി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ പോപ്പപ്പ് എവിടെയാണ് വരുന്നതെന്നും ബെല്ലൈക്കൺ എവിടെയാണ് വരുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ലെയറിൽ പോയിട്ട് ഇമേജസ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഏത് ഇമേജാണോ ഇതിലോട്ട് കൊടുക്കേണ്ട ആ ഇമേജ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ചേച്ചി, പുള്ളിക്കാരി ലക്ഷദ്വീപിലെ യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫോട്ടോ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത്, ഇനി ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് മാസ്കിങ് ഓൺ ആക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ഇതൊന്ന് ചൂസ് ചെയ്യുക. ഞാൻ സർക്കിളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഏത് രീതിയിലാണ് നമുക്ക് ഈ ഫോട്ടോ കാണേണ്ടത്, ഏതൊക്കെ പോർഷൻസ് കാണണം എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഏകദേശം സെലക്ട് ചെയ്തു, ഒരു സർക്കിളിൻ്റെ ഇതിലാക്കി, ആ സർക്കിളിൽ ഫേസ് വരുന്ന രീതിയിലാക്കി. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ചെറുതാക്കുക. അതായത് നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ആ ഒരു അളവിനനുസരിച്ച് ആക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കുക. ഈ സബ്സ്ക്രൈബ് ബട്ടണും ഫോട്ടോൻ്റെ ഇടയിലാണ് നമുക്ക് പേര് വരേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫോട്ടോ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിതിന് അനിമേഷൻ കൊടുക്കണം. ഈ സബ്സ്ക്രൈബ് ബട്ടൺ മേലിൽ നിന്ന് താഴോട്ട് പോകുന്ന പോലെ നമുക്ക് അനിമേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന അനിമേഷനിൽ പോവുക. എന്നിട്ട് സ്ലൈഡപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ താഴ്ന്ന് മേലോട്ട് വരും. സ്ലൈഡപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇത് സിങ്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്തു, ഒന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് സിങ്ക് ആവുന്നുണ്ട്. അപ്പം നമുക്കിത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പേര് ആഡ് ചെയ്യണം, അതായത് ചാനലിൻ്റെ നെയിം ആഡ് ചെയ്യണം. അപ്പോൾ ചാനലിൻ്റെ നെയിം ആഡ് ചെയ്യാൻ ഞാൻ വീണ്ടും ചെയ്യുന്ന ലെയറിൽ പോയി ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുള്ളിക്കാരിയുടെ ചാനലിൻ്റെ പേര് ലക്ഷദ്വീപ് കിച്ചൻ ആൻഡ് ട്രാവലർ എന്നാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഷുവറായിട്ടും പോയി ചെക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ആണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ലക്ഷദ്വീപ് കിച്ചൻ ആൻഡ് ട്രാവലർ. നമുക്ക് ഇത് ഫുള്ളായിട്ട് അതിൻ്റെ ഇടയിൽ തികയൊന്നും അറിയില്ല, അപ്പോൾ ജസ്റ്റ് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 1-2 നോക്കാം. ഇപ്പോൾ ഞാൻ ഈ പേര് ഇവിടെ ആഡ് ചെയ്തു, ഇതിൻ്റെ നടുക്ക്. അപ്പോൾ നമുക്ക് കളർ മാറ്റണം. കളർ ചേഞ്ച് ചെയ്യാൻ ആ വൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ കണ്ടോ, തികയുന്നില്ല, ചെറുതാക്കിയാലും ഒട്ടും കാണില്ല. അപ്പോൾ നമ്മളിത് 2 മാറ്റാൻ പോവുക. അപ്പോൾ ഇവിടെ വെച്ചൊന്ന് നോക്കാം, ഒരു ഭംഗിയില്ല. നമുക്ക് ലക്ഷദ്വീപ് കഴിഞ്ഞിട്ട് നോക്കാം. ലക്ഷദ്വീപ് കഴിഞ്ഞിട്ട് കിച്ചൻ ആൻഡ് ട്രാവലർ ഒറ്റ വേർഡിലാക്കാം. അപ്പോൾ ഒറ്റ വേർഡിലായി. ഇപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയിലൊന്ന് കൊണ്ട് വെച്ച് നോക്കാം.
ഒന്ന് നമുക്ക് ഫോണ്ട് മാറ്റാം കേട്ടോ. ഞാൻ ക്രീപ്സ്റ്റർ എന്ന് പറയുന്ന ഫോണ്ടാണ് നമ്മുടെ ഈ സോംബി ഫോൺസൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതും നമ്മൾ അതുപോലെ അനിമേഷൻ സെറ്റ് ചെയ്യുക. എന്നാൽ സ്ലൈഡപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അനിമേഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ ഇത് രണ്ടും സിങ്ക് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. പക്ഷേ എഴുത്ത് കുറച്ച് ഇങ്ങോട്ടായി. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എഴുത്തിൻ്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ഒന്നിങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പം നമുക്ക് തൃപ്തി വരുന്നത് വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. തൃപ്തി ആവുന്നത് വരെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം നല്ല രീതിയിൽ പോപ്പപ്പ് വരുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ സെറ്റായി. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. കറക്റ്റ് റേഷ്യോയിലൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് റേഷ്യോയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് ക്വാളിറ്റിയിലായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഓവർലേ ആയിട്ട് കൊടുക്കാൻ പോകുന്നൊരു സാധനം ആയതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതൊരു വീഡിയോയിൽ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എക്സ്പോർട്ടായി. ഇനി ഇത് നമുക്ക് ഒരു വീഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയാണ്. ഇപ്പോൾ ക്രിയേറ്റ് ന്യൂവിൽ പോവുക. യൂട്യൂബിൻ്റെ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ഒരു വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ക്യാമറയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു 3 seconds ഒക്കെ ഉള്ളൂ. ആ വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ലെയേഴ്സിൽ പോവുക, മീഡിയയിൽ പോവുക. എന്നിട്ട് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത കൈൻ മാസ്റ്ററിൻ്റെ ആ ഒരു ഫോൾഡറിൽ പോവുക. ഇത് ആദ്യം തന്നെ കിടപ്പുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എവിടെയാണോ ഇതിൻ്റെ പോപ്പപ്പ് വരുന്നതെന്ന് നോക്കണം ആദ്യം. എന്നിട്ട് അത് നമുക്ക് സ്ക്രീനിൻ്റെ എവിടെ വരണമെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് താഴെയായിട്ടാണ് വരേണ്ടത്. ഞാനപ്പോൾ ഇതിനെ കുറച്ച് താഴോട്ടാക്കുകയാണ്. പിന്നെ കുറച്ച് വലുതാക്കി ഞാൻ ആൾക്കാർക്ക് കാണുന്ന രീതിയിലാവാൻ വേണ്ടി ജസ്റ്റ് മിഡിലോട്ടൊന്ന് കുറച്ച് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇനി നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ക്രോമാക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടോ എല്ലാവരും? ഈ ക്രോമാക്കിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇനേബിൾ ചെയ്യണം. ക്രോമാക്കി ഇനേബിൾ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ അങ്ങ് പോകും. ഗ്രീൻ സ്ക്രീൻ പോയിട്ട് നമ്മുടെ ഇതിലുള്ള ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രീൻ സ്ക്രീൻ ഒഴിച്ചുള്ള ബാക്കി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കണ്ടോ? ജസ്റ്റ് ആ ഒരു ഇത് മാത്രം വരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ കൈൻ മാസ്റ്ററിൻ്റെ ലോഗോ ഒക്കെ അപ്പോൾ അതിൽ വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വരും. പക്ഷെ അത് നമുക്ക് കളയാൻ പറ്റും. ക്രോപ്പിങ്ങിൽ പോവുക. എന്നിട്ട് ജസ്റ്റ് മാസ്കിങ് ഓൺ ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. ആ കൈൻ മാസ്റ്ററിൻ്റെ ചിഹ്നം അങ്ങ് കളഞ്ഞെടുത്താൽ മതി. കണ്ടോ? പോയി. ഇപ്പോൾ കൈൻ മാസ്റ്ററിൻ്റെ ലോഗോയും പോയി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇനേബിൾ ചെയ്യുന്ന ആ ഒരു രീതി മാത്രമാണ്. ഇതിപ്പോൾ കുഞ്ഞ് വീഡിയോ ആയത് കാരണം ഇതിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലും കൂടെ ഇത് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലക്ഷദ്വീപിലെ കുറേ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആഡ് ചെയ്ത് നോക്കാം. പറയാൻ വിട്ടു, ഇത് ഗിവ് അവേയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ അല്ല കേട്ടോ. സെക്കൻഡ് പാർട്ട് വീഡിയോ ഇൻഷാല്ലാ തേഴ്സ്ഡേ വരും. ഈ വരുന്ന വ്യാഴാഴ്ച വരും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്തു ഇതിലോട്ട്. കണ്ടോ? ഇപ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട്. പോകുന്ന സ്ഥലം വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.